ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാകത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങളെ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. 2017 റിലീസായ ദ സോവർ എന്ന ഫ്രഞ്ച് പടമാണ്. പോളൈൻ ബുർലെറ്റ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരാളുടെ മാത്രമല്ല, പലരുടെയും നഗ്നതാ പ്രദർശനം ഈ ചിത്രത്തിനുണ്ട്. 1851 വിപ്ലവത്തെ തുടർന്ന് നാട്ടിലെ പുരുഷന്മാരെയെല്ലാം യുദ്ധത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പുരുഷന്മാർ ഇല്ലാത്ത ആ ഗ്രാമത്തിലോട്ട് കഥാനായകനായ ജീൻ കടന്നു വരികയും പിന്നീട് അവൻ നാട്ടിലെ സ്ത്രീകളെ എല്ലാവരെയും എടുത്ത് പണിയുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കാൻ വേണ്ടി നിരവധി ചൂടൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തെ തുടർന്ന് നാട്ടിൽ ഒരു പുരുഷൻ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. നാട്ടിലെ സ്ത്രീകളുടെ കാമം തീർക്കുവാൻ വേണ്ടി പോലും ആരെയും കിട്ടാനില്ലാത്ത അവസ്ഥ. അങ്ങനെ അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി കൂട്ടായി ഒരു തീരുമാനമെടുക്കുന്നു. ഇനി ആരാണ് ആ ഗ്രാമത്തിലോട്ട് ആദ്യം വരുന്നത്, അവനെ അവിടുത്തെ സ്ത്രീകൾ എല്ലാം കൂടി കൂട്ടായി പങ്കിട്ടെടുത്തുകൊള്ളാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കഥാനായകനായ ജീനിൻ്റെ വരവ്. ജീനിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവൻ്റെ ചുറ്റും കൂടുന്നു. അവൻ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇനി എങ്ങോട്ടും പോകണ്ടെന്നും അവൻ ഇവിടെ തന്നെ നിന്നോളാനും അവർ പറയുന്നു. ഗ്രാമത്തിലെ സ്ത്രീകളുടെ ഇത്തരം പെരുമാറ്റം കണ്ട് ആദ്യം ജീൻ ഒന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും അവസാനം ജീൻ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ജീൻ അവിടുത്തെ മിക്ക സ്ത്രീകളുടെ വീട്ടിലെയും നിത്യ സന്ദർശകനായി. ജീനിൻ്റെ പരിപാടികൾ അവിടുത്തെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയിരുന്നു. ജീനാകട്ടെ ലോട്ടറി അടിച്ച അവസ്ഥയും. ജീനിന് താമസിക്കാൻ വേണ്ടി ഒരു പാർപ്പിടം അവർ ഒരുക്കി കൊടുക്കുന്നു. ജീന് ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണം എല്ലാം ഏർപ്പാടാക്കിയത് വയലറ്റ് എന്ന പെൺകുട്ടിയായിരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു വയലറ്റ്. പോളൈൻ ബുർലെറ്റാണ് വയലറ്റ് എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അവൾ കന്യകയായിരുന്നു. ഇതിനു മുമ്പ് അവൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. പതിയെ വയലറ്റും ജീനും അടുക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ തമ്മിൽ പ്രണയിക്കുന്നു. അങ്ങനെ പതിയെ നാട്ടിലെ സ്ത്രീകൾക്കൊന്നും കൊടുക്കാത്ത ജീൻ വയലറ്റിന് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ നാട്ടിലെ സ്ത്രീകളെല്ലാം വയലറ്റിനോട് ദേഷ്യമാകുന്നു. അങ്ങനെ പതിയെ വയലറ്റ് ഗ്രാമത്തിൽ ഒറ്റപ്പെടുവാൻ തുടങ്ങുന്നു. വയലറ്റിൻ്റെ ഈ അവസ്ഥ തൻ്റെ കാമുകനായ ജീനിനോട് പറയുന്നു. അങ്ങനെ ജീൻ പഴയ പോലെ നാട്ടിലെ സ്ത്രീകൾക്ക് കളി കൊടുക്കുന്നു. യുദ്ധം അവസാനിച്ച് ഗ്രാമത്തിലെ പുരുഷന്മാർ ഓരോരുത്തരായി മടങ്ങി വരുവാൻ തുടങ്ങുന്നു. അതോടുകൂടി ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ജീനിനെ ഭയമാകുന്നു. തങ്ങളുടെ ഈ അവിഹിത ഭർത്താക്കന്മാർ അറിഞ്ഞാൽ തങ്ങളെ കൊല്ലുമെന്നായി അവർക്ക് പേടി. അങ്ങനെ അവർ എല്ലാം കൂടി ജീനിനെ ഗ്രാമത്തിൽ നിന്നും പോകുവാൻ പറയുന്നു. അങ്ങനെ ജീൻ ഗ്രാമത്തിൽ നിന്ന് പോകാമെന്ന് സമ്മതിക്കുന്നു. അതേസമയം വയലറ്റ് ഗർഭിണിയായിരുന്നു. തൻ്റെ കൂടെ പോരാൻ വയലറ്റിനോട് ജീൻ പറയുന്നു. പക്ഷേ ജീൻ അതിന് സമ്മതിക്കുന്നില്ല. വിവാഹിതയാകാതെ ഗർഭം ധരിച്ചതിനാൽ നാട്ടിലെ ജനങ്ങൾ വയലറ്റിനെ കുറ്റക്കാരിയാക്കുമെന്ന് ജീൻ പറയുന്നു. എന്നിട്ടും വയലറ്റ് വരുവാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ജീൻ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുന്നു. ചിത്രത്തിൻ്റെ അവസാനത്തിൽ വയലറ്റിന് ഒരു കത്ത് ലഭിക്കുന്നു. ജീനിന് പുറത്ത് ഒരു ജോലി ലഭിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ ജീൻ വന്ന് വയലറ്റിനെ കൂട്ടിക്കൊണ്ടു പോകാമെന്നുമായിരുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഇണക്കുരുവുകളുടെയും കളികളാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. വയലറ്റ് കുളിക്കുന്നത് ജീൻ ഒളിഞ്ഞു നിന്ന് കാണുന്നു. പുഴയിൽ നീന്തി തുടിക്കുകയായിരുന്നു വയലറ്റ്. ജീനിനെ കണ്ടതും കരയിൽ കയറി വസ്ത്രം മാറുവാൻ ശ്രമിക്കുന്നു. ഈ സമയം ജീൻ പുറകിൽ നിന്നും വയലറ്റിനെ പരിപാടി നടത്തുന്നു. അങ്ങനെ നിരവധി ചൂടൻ രംഗങ്ങൾ അടങ്ങിയതാണ് ഈ സിനിമ. വയലറ്റിൻ്റെ നഗ്നതാ പ്രദർശനം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു വിരുന്ന് ഈ സിനിമ ഒരുക്കുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. 1991 പുറത്തിറങ്ങിയ ക്ലോസ് മൈ ഐസ് എന്ന പടമാണ് രണ്ടാമത്തേത്. സാസ്കിയ റീവ്സ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നതേലിയ എന്ന കഥാപാത്രത്തിനെയാണ് സാസ്കിയ അവതരിപ്പിക്കുന്നത്. ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള അതിരുകടന്ന ലൈംഗിക ബന്ധമാണ് ഈ സിനിമയുടെ പ്രമേയം. നതേലിയയുടെ സഹോദരനായിരുന്നു റിച്ചാർഡ്. സഹോദരങ്ങൾ ആയിരുന്നു അവർ.
എങ്കിലും വളരെ കാലമായി അവർ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ റിച്ചാർഡ് നതേലിയെ വിളിച്ച് താൻ എവിടെയുണ്ടെന്ന് തിരക്കുന്നു. അങ്ങനെ റിച്ചാർഡ് നതേലിയുടെ വീട്ടിൽ വരുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു നതേലിയ. അപാര മേനിയഴകും ശാരീരിക വടിവും അവൾക്കുണ്ടായിരുന്നു. ആദ്യമേ നതേലിയുടെ ശാരീരിക അഴക് കണ്ട് റിച്ചാർഡ് ഭ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് തൻ്റെ സഹോദരിയായിരുന്നതിനാൽ റിച്ചാർഡ് തൻ്റെ ആ ആഗ്രഹം ഉപേക്ഷിക്കുന്നു. രാത്രിയിൽ റിച്ചാർഡ് കിടന്നിരുന്ന മുറിയുടെ അടുത്ത് ഒരു പാർട്ടി നടക്കുന്നു. അവിടുത്തെ ശബ്ദം കാരണം റിച്ചാർഡിന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ നതേലിയുടെ മുറിയിൽ ചെന്ന് കിടക്കുന്നു. നതേലിയ ആ സമയം വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. തൻ്റെ കാമുകനുമായി താൻ തെറ്റിപ്പിരിയാനുള്ള കാരണം നതേലിയ റിച്ചാർഡിനോട് പറയുന്നു. റിച്ചാർഡ് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സമയം നതേലിയ റിച്ചാർഡിനെ ചുംബിക്കുന്നു. അപ്പോൾ റിച്ചാർഡിന് മനസ്സിലാകുന്നു നതേലിയയ്ക്ക് തന്നോട് അടങ്ങാത്ത കാമാസക്തി ഉണ്ടെന്ന്. പിറ്റേ ദിവസം റിച്ചാർഡിന് ഫോൺ കോൾ വരുന്നു, തൻ്റെ ഓഫീസിലോട്ട് മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ കഥാനായകനായ റിച്ചാർഡ് തൻ്റെ നാട്ടിലോട്ട് മടങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ അവർ തമ്മിൽ ഫോൺ വിളി ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ റിച്ചാർഡിന് ആ റിലേഷൻഷിപ്പ് മടുക്കുവാൻ തുടങ്ങുന്നു. ഒരു ദിവസം നതേലിയ അവനെ വിളിച്ചപ്പോൾ റിച്ചാർഡ് തൻ്റെ ഓഫീസിൽ സെക്രട്ടറി ആയിട്ട് പണിയുകയായിരുന്നു. നതേലിയയോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അത് അവൾക്ക് നന്നായിട്ട് ഫീലാകുന്നു. അങ്ങനെ 2 വർഷം കടന്നു പോകുന്നു. പിന്നീട് ഒരു ദിവസം റിച്ചാർഡ് അവളെ വിളിച്ചപ്പോൾ നതേലിയയുടെ വിവാഹം കഴിഞ്ഞുവെന്നും വീട്ടിൽ വന്ന് തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടാമെന്നും അവൾ പറയുന്നു. അങ്ങനെ നമ്മുടെ കഥാനായകൻ നതേലിയയുടെ വീട്ടിൽ ചെല്ലുന്നു. വലിയൊരു ബംഗ്ലാവ് തന്നെയായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന നതേലിയെ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു അവളപ്പോൾ. അവളുടെ വശ്യതയേറിയ മനോഹാരിതയിൽ അവൻ മയങ്ങിപ്പോകുന്നു. അങ്ങനെ റിച്ചാർഡ് നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയറിനെ പരിചയപ്പെടുന്നു. നല്ലൊരു വിരുന്ന് കിട്ടിയ റിച്ചാർഡ് നതേലിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പിറ്റേ ദിവസം നതേലിയ റിച്ചാർഡിൻ്റെ വീട്ടിലേക്ക് വരുന്നു. വളരെയധികം താമസിച്ചാണ് നതേലിയ അവിടെ എത്തിയത്. എന്നാൽ റിച്ചാർഡ് അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. നതേലിയ അവനെ ചുംബിക്കുന്നു. തൻ്റെ മനസ്സിൽ അടങ്ങാതെ ഉണ്ടായിരുന്ന കാമവേശം ആ ചുംബനത്തിലൂടെ റിച്ചാർഡ് പുറത്തെടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ അടിച്ചു തിമിർക്കുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന പല രംഗങ്ങളും ഈ സീനിലുണ്ട്. പരിപാടി കഴിഞ്ഞ നതേലിയ റിച്ചാർഡിനോട് ഇതെല്ലാം മറക്കണമെന്നും താൻ വിവാഹിതയാണെന്നും അതിനാൽ ഇനി ഇതുണ്ടാകരുതെന്നും പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയർ റിച്ചാർഡിനെ ഒരു ടൂർ പോകുവാൻ ക്ഷണിക്കുന്നു. അങ്ങനെ റിച്ചാർഡും ആ ടൂറിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് റിച്ചാർഡ് തൻ്റെ സഹോദരിയായ നതേലിയയുടെ പ്രത്യേക ശരീരഭാഗത്തിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നു. ഇത് കാണുന്ന നതേലിയ റിച്ചാർഡിനെ മാറ്റി നിർത്തി വിലക്കുന്നു. തന്നോട് ഇങ്ങനെ പെരുമാറരുതെന്നും താൻ വിവാഹിതയാണെന്നും സിംഗ്ലെയർ ഇതറിഞ്ഞ വലിയ പ്രശ്നമുണ്ടാക്കുമെന്നും നതേലിയ റിച്ചാർഡിനോട് പറയുന്നു. റിച്ചാർഡിന് നതേലിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവൻ അപ്പോൾ പറയുന്നു. അതിനുവേണ്ടി നതേലിയെ ഒറ്റയ്ക്ക് കിട്ടണമെന്ന് റിച്ചാർഡ് പറയുന്നു. നതേലിയ അതിന് സമ്മതിക്കുന്നു. നതേലിയയ്ക്ക് ഓഫീസ് സംബന്ധമായ ഒരു കാര്യം അത്യാവശ്യമായി വന്നെന്നും അതിനാൽ തനിക്ക് ഓഫീസിലേക്ക് മടങ്ങിപ്പോകണമെന്നും നതേലിയ തൻ്റെ ഭർത്താവായ സിംഗ്ലെയറിനോട് കള്ളം പറയുന്നു. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫ്ലാറ്റിലോട്ട് നതേലിയ റിച്ചാർഡിനെ ക്ഷണിക്കുന്നു. ഫ്ലാറ്റിലെത്തിയ ഇരുവരും മതിമറന്ന് അവിടെ കിടന്ന് പരിപാടികൾ നടത്തുന്നു. ഈ സീനിൽ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഈ സീൻ ഒന്നും പ്രേക്ഷകർ മിസ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കുവാനുള്ള എല്ലാം അതിൽ തന്നെയുണ്ട്. നതേലിയയുടെ വശ്യമനോഹാരിത മുഴുവൻ നമുക്ക് ഈ സീനിലൂടെ കാണുവാൻ സാധിക്കും. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നതേലിയയും റിച്ചാർഡും അവിടെ നിന്ന് പിരിയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നതേലിയ റിച്ചാർഡിനെ വിളിച്ചപ്പോൾ താൻ ഓഫീസിലെ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും ഉടൻ തന്നെ അവർ തമ്മിൽ കല്യാണം നടക്കുമെന്നും അവൻ പറയുന്നു. തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മുഴുവനും ഇനി മറ്റൊരു പെൺകുട്ടിക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോൾ നതേലിയയ്ക്ക് സങ്കടമാകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകനായ റിച്ചാർഡ് തൻ്റെ സഹോദരിയായ നതേലിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. ആ സമയം നതേലിയ വീട്ടിലില്ലായിരുന്നു. നതേലിയയുടെ ഭർത്താവായ സിംഗ്ലെയർ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. സിംഗ്ലെയർ റിച്ചാർഡിനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. നതേലിയയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും അതാരാണെന്ന് തനിക്ക് അറിയില്ലെന്നും സിംഗ്ലെയർ പറയുന്നു. അത് കണ്ടെത്താൻ വേണ്ടി റിച്ചാർഡ് തന്നെ സഹായിക്കണമെന്ന് സിംഗ്ലെയർ പറയുന്നു. പക്ഷേ അതിനെപ്പറ്റി തനിക്കൊന്നും അറിയില്ലെന്നും നതേലിയ നല്ലൊരു പെൺകുട്ടിയാണെന്നും റിച്ചാർഡ് മറുപടി പറയുന്നു. അവൾ ഇതിനൊന്നും മുതിരെന്ന് റിച്ചാർഡ് ഉറപ്പ് നൽകുന്നു. പക്ഷേ സിംഗ്ലെയർ അത് സമ്മതിക്കുന്നില്ല. സിംഗ്ലെയർ അവളുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. വീട്ടിലെത്തിയ അവർ നതേലിയെ കാണുന്നു. അങ്ങനെ നല്ലൊരു വിരുന്നിന് ശേഷം റിച്ചാർഡ് അവരോട് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോകുന്നു.
കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നദേലിയ തൻ്റെ ഭർത്താവായ സിംഗ്ലെയറിനോടൊപ്പം നാട് വിട്ട് പോകുകയാണെന്ന് റിച്ചാർഡിനെ അറിയിക്കുന്നു. അത് കേട്ടപ്പോൾ റിച്ചാർഡിന് വളരെയധികം സങ്കടമാകുന്നു. തൻ്റെ ചരക്ക് സഹോദരിയെ ഇനി പരിപാടി നടത്തുവാൻ കിട്ടുകയില്ലെന്നോർത്ത് അവൻ വളരെയധികം സങ്കടപ്പെടുന്നു. അവൻ അക്കാര്യം നദേലിയോട് പറയുന്നു. അവന് നദേലിയുമായിട്ട് ഇനിയും പരിപാടി നടത്തണമെന്ന് പറയുന്നു. പക്ഷേ നദേലിയ ഇനിയൊന്നും പറ്റില്ലെന്നും തൻ്റെ ഭർത്താവായ സിംഗ്ലെയർ എന്തെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നും പറഞ്ഞ് റിച്ചാർഡിനെ ഒഴിവാക്കുന്നു. പക്ഷേ റിച്ചാർഡിന് അവൾ ഇല്ലാതെ പറ്റില്ലായിരുന്നു. തൻ്റെ സുന്ദരിയായ സഹോദരിയായിട്ട് ഇനി പരിപാടിയൊന്നും നടക്കില്ല എന്നോർത്തപ്പോൾ അവന് കരച്ചിൽ വരുന്നു. ഇതെല്ലാം മറിഞ്ഞെന്ന് സിംഗ്ലെയർ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സിംഗ്ലെയർ അവർ രണ്ടുപേരെയും വിളിക്കുന്നു. നിങ്ങൾ തമ്മിൽ പരിപാടി നടക്കുന്ന കാര്യം തനിക്ക് നേരത്തെ അറിയാമെന്ന് സിംഗ്ലെയർ പറയുന്നു. ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞു തീർക്കണമെന്നും ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുതെന്നും സിംഗ്ലെയർ പറയുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയായ നദേലിയയ്ക്കും അവളുടെ സഹോദരനായ റിച്ചാർഡിന് മാപ്പ് കൊടുക്കാൻ സിംഗ്ലെയർ ഒരുക്കമാവുന്നു. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങിലൂടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയിൽ നല്ല രീതിയിലുള്ള ചൂടൻ രംഗങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നദേലിയയുടെ പൂർണ്ണ നഗ്നത തന്നെ ഈ സിനിമയിൽ അവർ കാണിക്കുന്നുണ്ട്. നദേലിയ അവളുടെ സഹോദരനായ റിച്ചാർഡുമായി ഫ്ലാറ്റിൽ നടത്തുന്ന ചില പരിപാടികളാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുവാൻ വേണ്ടിയുള്ള പല രംഗങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുണ്ടുപടം തപ്പിപ്പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പടം തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനുള്ള ഒരു പടമാണിത്. 1986 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ ചിത്രമായ ദ കറപ്ഷൻ എന്ന പടമാണിത്. ഫ്ലോറൻസ് ഗ്യൂരിൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു ഹോട്ട് ആൻഡ് ക്യൂട്ട് ലുക്കിലാണ് ഫ്ലോറൻസ് ഗ്യൂരിൻ ഈ ചിത്രത്തിൽ വരുന്നത്. വളരെയധികം സുന്ദരിയാണ് ഫ്ലോറൻസ് ഗ്യൂരിൻ. ഈ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ ഫ്ലോറൻസ് ഗ്യൂരിൻ്റെ ആരാധകർ ആകുമെന്ന് തീർച്ച ആയ ഒരു കാര്യമാണ്. ആന എന്ന കഥാപാത്രത്തിനെയാണ് ഫ്ലോറൻസ് ഗ്യൂരിൻ അവതരിപ്പിക്കുന്നത്. ആന വിവാഹിതയാണ്. പക്ഷേ തൻ്റെ ഭർത്താവിൽ നിന്ന് വേണ്ടത്ര പരിഗണന അവൾക്ക് ലഭിക്കുന്നില്ല. തൻ്റെ കാമം തീർക്കുവാൻ പലപ്പോഴും അവളുടെ ഭർത്താവിനെ പറ്റുന്നില്ലായിരുന്നു. ആ സമയത്താണ് വീട്ടുവേലക്കാരിയായ ഒരു ആറ്റം ചരക്കിൻ്റെ വരവ്. ഏഞ്ചല എന്നാണ് അവളുടെ പേര്. വളരെയധികം സുന്ദരിയാണ് ഏഞ്ചല. ഏഞ്ചലയുടെ പൂർണ്ണ നഗ്നത തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഏഞ്ചല ഒരു കളി വീരത്തിയാണ്. വീട്ടുവേലക്കാരിയാണെങ്കിലും അവളുടെ ലൈംഗിക ദാഹം അടങ്ങാത്തതായിരുന്നു. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴി നമ്മുടെ കഥാനായികയായ ആന ഏഞ്ചലയെ കാണുന്നു. ഏഞ്ചല തൻ്റെ കാമുകനുമായി കോറിഡോറിൽ പരിപാടി നടത്തുകയായിരുന്നു. ആദ്യമേ ആന അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നുവെങ്കിലും ഏഞ്ചലയുടെ മാസ്മരിക പ്രകടനം കണ്ട് കൺട്രോൾ കിട്ടാതെ അവൾ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. ഏഞ്ചല തൻ്റെ പരിപാടി ആന കണ്ട കാര്യം മനസ്സിലാക്കുന്നു. പിറ്റേ ദിവസം ആന കുളിക്കാൻ പോകുമ്പോൾ ഏഞ്ചലയെ കാണുന്നു. താനും തൻ്റെ കാമുകനുമായി നടത്തിയ ആ പരിപാടി ആരോടും പറയാത്തതിന് ഏഞ്ചല നന്ദി പറയുന്നു. കണ്ണാടിയിൽ മുടി ഈരിക്കൊണ്ടിരുന്ന ആനയുടെ ശരീരഭാഗങ്ങൾ ഓരോന്നിൽ പിടിച്ച് ഏഞ്ചല മസാജ് ചെയ്യുന്നു. ഏഞ്ചലയുടെ നന്ദി പ്രകടനമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആന അവിടെ വിലക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏഞ്ചല അതിൽ നിന്ന് പിന്തിരിയുന്നില്ല. പതിയെ പതിയെ ആനയും ആ സുഖത്തിലേക്ക് ലയിക്കുന്നു. അതിനുശേഷം ആന കുളിക്കുവാൻ പോകുന്നു. ഏഞ്ചലയും ആനയോടൊപ്പം കുളിമുറിയിൽ പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു അടിപൊളി കളി പാസ്സാക്കുന്നു. അതിൽ നല്ല രീതിയിൽ പരിപാടികളും നടക്കുന്നുണ്ട്. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കുവാൻ വേണ്ട കാഴ്ചകളെല്ലാം ഇതിൽ തന്നെയുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് ആനയെ ഏഞ്ചല തോർത്തി കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കാത്ത സുഖം ആനയ്ക്ക് ഏഞ്ചലിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ ആന ഏഞ്ചലയുമായി അടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഏഞ്ചല തൻ്റെ നാട്ടിലോട്ട് മടങ്ങിപ്പോകുന്നു. കൂടിന് തൻ്റെ യജമാനത്തിയായ ആനയും വിളിക്കുന്നു. ആന അവളുടെ കൂടെ പോകുന്നു. ഏഞ്ചലയുടെ നാട്ടിലെത്തിയ ആന ഏഞ്ചലയുടെ കുടുംബത്തിലെ എല്ലാവരെയും പരിചയപ്പെടുന്നു. അതിനുശേഷം ഏഞ്ചല ആനയെ ഒരു പുഴക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയ ആനയെ ഏഞ്ചല നഗ്നയാക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് നല്ല പോലെ ആനയെ ഏഞ്ചല സുഖപ്പെടുത്തുന്നു. ഈ സീനിൽ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കാൻ വേണ്ട കാഴ്ചകളെല്ലാം ഇതിലുണ്ട്. വീട്ടിലത്തെ ആനയെ തൻ്റെ ഭർത്താവ് ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് അവരുടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം വേലക്കാരിയായ ഏഞ്ചല എങ്ങനെയുണ്ടെന്ന് ഭർത്താവ് തിരക്കുന്നു. തന്നെ സ്വർഗം കാണിച്ച ആ വേലക്കാരി വളരെ നല്ലവളാണെന്ന് ആന മറുപടി പറയുന്നു. ശരിക്കും അവളുടെ ഭർത്താവിന് അവളെ നല്ല രീതിയിൽ സുഖിപ്പിക്കാനുള്ള നേരം കൂടിയില്ലായിരുന്നു. വളരെ തിരക്കേറിയ ഒരു വക്കീലായിരുന്നു അദ്ദേഹം. സ്വന്തം വയസ്സായ മാധവനെ നോക്കാൻ വേണ്ടിയാണ് ഏഞ്ചല എന്ന ആ വേലക്കാരിയെ അയാൾ കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാൽ ഏഞ്ചല ശരിക്കും നോക്കിയതാകട്ടെ ആനയും. വീട്ടിലെത്തിയ ആന ഏഞ്ചലയുമായിട്ട് ഒരു പാർട്ടിയിൽ പോകുന്നു. അവിടെ വെച്ച് കുടിച്ച് മതിമറന്ന് ഏഞ്ചല ആഘോഷിക്കുന്നു. ആന അവിടെ വെച്ച് ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ തമ്മിൽ കൂട്ടാകുന്നു. അങ്ങനെ ആന അയാളുമൊത്ത് ആ പാർട്ടിയിൽ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ ഒരു കാറിൽ കയറി അവർ രണ്ടുപേരും പരിപാടികൾ നടത്തുന്നു. പരിപാടി നടത്തുവാൻ മുൻകൈ എടുത്തത് ആന തന്നെയായിരുന്നു.
ഈ സീനിലും എല്ലാം നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ആനയ്ക്ക് തൻ്റെ കാമം അവിടെ തീർക്കുവാൻ സാധിക്കുന്നു. വീട്ടിലെത്തിയ ആന കുളിമുറിയിൽ കയറി തൻ്റെ കയ്യിലെ പാർട്ടി സ്റ്റാമ്പ് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു. അതേസമയം ഏഞ്ചല അവിടെ എത്തി തന്നെ വിളിക്കാതെ പോയതിന് ആനയോട് ചൂടാവുന്നു. ഏഞ്ചല ആനയെ തെറി വിളിക്കുന്നു. ദേഷ്യമെന്ന ആന ഏഞ്ചലയുടെ കാരണത്ത് പൊട്ടിക്കുന്നു. പിറ്റേ ദിവസം ഏഞ്ചല വീട്ടുജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏഞ്ചലയുടെ കാമുകൻ അവിടെ വരുന്നു. ഏഞ്ചലയുമായി പരിപാടി നടത്തണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ആദ്യം ഒഴിഞ്ഞു മാറിയ ഏഞ്ചലയെ പിടിച്ചു നിർത്തി അവൻ പരിപാടി നടത്തുന്നു. അങ്ങനെ ഏഞ്ചലയും അവളുടെ കാമുകനും അവിടെ അടിച്ചു പൊളിക്കുന്നു. മുറിയിൽ നിന്നും അസ്വാഭാവികമായ ശബ്ദം കേട്ട് ആന അവിടേക്ക് വരുന്നു. തുറന്നു കിടന്ന ഡോറിലൂടെ ആന ഏഞ്ചലയും കാമുകനും നടത്തുന്ന പരിപാടി കാണുന്നു. ഇത് കണ്ട് കാമം കയറിയ ആന ഡോറിന് വെളിയിൽ നിന്ന് സ്വയം പരിപാടി ചെയ്യുന്നു. പിറ്റേ ദിവസം ആന വെളിയിൽ പോകുമ്പോൾ നേരത്തെ പാർട്ടിയിൽ വെച്ച് പരിപാടി നടത്തിയ ആളെ കാണുന്നു. അയാൾ ആനയെ വീട്ടിൽ കൊണ്ട് വിടാമെന്നും പറയുന്നു. പക്ഷേ ആന അയാളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു. തിരിഞ്ഞു നോക്കിയ ആന കാണുന്നത് അയാൾ തൻ്റെ ജോലിക്കാരിയുമായി സംസാരിക്കുന്നതാണ്. അന്ന് രാത്രി അയാൾ ആനയുടെ വീട്ടിൽ വരുന്നു. ആന ആ സമയം നല്ല ഉറക്കത്തിലായിരുന്നു. വാതിൽ തുറന്നു കൊടുത്തത് വേലക്കാരിയായ ഏഞ്ചലയാണ്. ഏഞ്ചല അയാളെ മുറിയിൽ വിളിച്ചുകൊണ്ട് പോയി പരിപാടി നടത്തുന്നു. ഈ സമയം ഫോൺ റിങ് ചെയ്യുന്നു. ഉറക്കമുണർന്ന ആന ഫോണിൽ സംസാരിക്കുന്നു. ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ആന കാണുന്നത് ഏഞ്ചല പാർട്ടിയിൽ കണ്ട ആളുമായി പരിപാടി നടത്തുന്നതാണ്. ആനയെ ഏഞ്ചല കെട്ടിയിടുന്നു. ശേഷം ആനയോട് വസ്ത്രമെല്ലാം അഴിച്ച് സ്വയം പരിപാടി നടത്തുവാൻ ഏഞ്ചല പറയുന്നു. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ സീനാണ്. നിങ്ങൾ ഈ സിനിമ മറന്നാലും ഈ സീൻ ഒരിക്കലും മറക്കുകയില്ല. അത്രയും തന്നെ കാണുവാനുണ്ട് ഇതിൽ. അവസാനം ആന നല്ലൊരു കളി തന്നെ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. പ്രേക്ഷകരെ നല്ല രീതിയിൽ തന്നെ ആവേശഭരിതരാക്കുവാൻ ഈ സീനിന് പറ്റുമെന്ന് തീർച്ച. അതുകൊണ്ട് തന്നെ റൊമാൻസ് കാറ്റഗറിയിൽ പെടുന്ന ഈ സിനിമ മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. 1983 പുറത്തിറങ്ങിയ പ്രൈവറ്റ് സ്കൂളാണ് 4ാമത്തെ ചിത്രം. ഈ സിനിമയിൽ കേന്ദ്രകഥാപാത്രമായി ആരെയും പറയാൻ സാധിക്കില്ലെങ്കിലും പല സ്ത്രീകളുടെയും പൂർണ്ണ നഗ്ന പ്രദർശനം തന്നെ ഇതിലുണ്ട്. നല്ല അടിപൊളി ചരക്കുകൾ നിറഞ്ഞതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രയിപ്പിക്കുന്ന പല രംഗങ്ങളും ഇതിലുണ്ട്. ഒരു ബോർഡിംഗ് സ്കൂളിൽ നടക്കുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 3 പയ്യന്മാർ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ചാടിക്കിടക്കുന്നത് കാണിക്കുന്നു. ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടി ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു. അവർ ആ പെൺകുട്ടിയെ കുളിക്കുന്നതിൻ്റെ ചിത്രം ക്യാമറയിൽ പകർത്തുന്നു. തൻ്റെ ഫോട്ടോ ആരും എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പെൺകുട്ടി അവർക്ക് മുന്നിൽ പൂർണ്ണ നഗ്നയായി പോസ് ചെയ്യുന്നു. അങ്ങനെ ഒരു അടിപൊളി ചരക്കിൻ്റെ പൂർണ്ണ നഗ്ന പ്രദർശനത്തോടെയാണ് ഈ ചിത്രത്തിൻ്റെ തുടക്കം. ആ പെൺകുട്ടി ഒരു ഇടിവെട്ട് ഐറ്റം തന്നെയാണ്. അത് നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനുശേഷം കുളി കഴിഞ്ഞ് അവർ ടവൽ ഉടുത്ത് തൻ്റെ കൂട്ടുകാരികളുമായി സംസാരിക്കുന്നു. ഈ സമയം അവളുടെ ടവൽ ഊരിയെടുക്കുവാൻ ആ ബിരുദന്മാർ ശ്രമിക്കുന്നു. അടുത്ത രംഗം ഒരു പാർട്ടിയാണ്. അവിടെ വെച്ച് കമിതാക്കളായ ക്രിസും ജിമ്മും കണ്ടുമുട്ടുന്നു. അവർ പരസ്പരം നല്ല രീതിയിൽ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നു. അതിനുശേഷം അവർ തമ്മിൽ പരസ്പരം സമയം കിട്ടുമ്പോൾ ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് പിരിയുന്നു. പാർട്ടിയിലെ ഈ സീനിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കാൻ പറ്റിയ അടിപൊളി രംഗങ്ങളുണ്ട്. നേരത്തെ നമ്മൾ കുളി സീനിൽ കണ്ട പെൺകുട്ടിയും ഇവിടെയും വരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ അടാറ് കളികൾ നടത്തുന്നു. അവരുടെ കളിസ്ഥലം പ്രിൻസിപ്പാളിൻ്റെ റൂമിലോട്ട് ആകുന്നു. അവിടെ വെച്ച് മതിമറന്ന് ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ അവളും അവളുടെ കാമുകനും പിടിക്കപ്പെടുന്നു. പിറ്റേ ദിവസം ഒരു ബയോളജി ക്ലാസ്സാണ് കാണിക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ അവിടുത്തെ പിള്ളേർക്കും ബയോളജി ക്ലാസ്സുകളിൽ ഭയങ്കര സംശയങ്ങളാണ്. അതിൽ നേരത്തെ കുളിസീനിൽ കണ്ട ചേച്ചിക്കാണ് ഭയങ്കര സംശയം. അവസാനം അവളുടെ സംശയം കേട്ട് പഠിപ്പിക്കുവാൻ വന്ന ടീച്ചർ ക്ലാസ് നിർത്തി പോകുന്നു. നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഈ കുളിസീൻ പെൺകുട്ടിയോട് ഒരു ക്രഷ് തോന്നുമെന്ന് തീർച്ച. പിറ്റേ ദിവസം ഹോഴ്സ് റൈഡിംഗ് ഗ്രൗണ്ടാണ് കാഴ്ച. അവിടെ നമ്മുടെ കുളിസീൻ ചേച്ചി വന്നിരിപ്പുണ്ടായിരുന്നു. അവിടെ നമ്മുടെ പാർട്ടിയിൽ കണ്ട ജിമ്മും ഉണ്ടായിരുന്നു. ജിമ്മിനെ കണ്ട് കാമം കയറുന്ന അവൾ ജിമ്മിനെ തൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്ന് അഴിച്ചു കാട്ടി വശീകരിക്കുവാൻ ശ്രമിക്കുന്നു. പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ സുഖം പിടിക്കാൻ പറ്റിയ കാഴ്ചകൾ ഈ സീനിലുണ്ട്. ആ സമയം ജിമ്മിൻ്റെ കാമുകിയായ ക്രിസ് അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇതൊന്നും പിടിക്കുന്നില്ലായിരുന്നു. അവൾ തൻ്റെ കാമുകനായ ജിമ്മിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. തൻ്റെ വശീകരണ സൗന്ദര്യം കൊണ്ട് ആരെയും മയക്കുവാൻ ഇല്ലാത്ത സങ്കടം തീർക്കുവാൻ നമ്മുടെ കുളിസീൻ ചേച്ചി അവിടെ ഉണ്ടായിരുന്ന ചില അപ്പാപ്പന്മാരെ തൻ്റെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നു. സുഖം പിടിച്ചുപോയ അവർ കുളിസീൻ ചേച്ചിയുടെ പുറകെ വെച്ച് പിടിക്കുന്നു. ഇതിനിടയിൽ ജിമ്മും ക്രിസും പരസ്പരം ബന്ധപ്പെടുവാൻ തീരുമാനിക്കുന്നു. അതിനുള്ള സാധനം മേടിക്കുവാൻ പോയ ജിം ഒന്നും അറിയാത്ത പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരുന്നു. അവസാനം തന്നെ കാമുകയായ ക്രിസ് തന്നെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. കടൽ കയറി സാധനം മേടിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ അവളുടെ പ്രിൻസിപ്പളിനെ കാണുന്നു. അവിടെ നിന്നും ഒരു വിധം അവൾ രക്ഷപ്പെട്ടു ഓടുന്നു. തൻ്റെ കാമുകനായ ജിമ്മിനെ വളയ്ക്കാൻ ശ്രമിച്ച ആ കുളിസീൻ ചേച്ചിയോട് ക്രിസിന് ദേഷ്യമായിരുന്നു. അത് തീർക്കുവാൻ വേണ്ടി ക്രിസ് കുളിസീൻ ചേച്ചിയുടെ യൂണിഫോം വസ്ത്രത്തിലെ ഒരു നൂൽ അഴിച്ചുവിടുന്നു.
കോളേജിൽ പ്രാക്ടീസിന് ഇടേണ്ട ഡ്രസ്സായിരുന്നു അത് അബദ്ധവശാൽ കുളിസിൻ ചേച്ചി അല്ല ഇടുന്നത്, അവിടുത്തെ ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ആ 8ൻ്റെ പണി ആ ടീച്ചർക്ക് കിട്ടുന്നു. തൻ്റെ വസ്ത്രമെല്ലാം അഴിഞ്ഞുപോയ ടീച്ചർ നാണം കെടുന്നു. കടയിൽ നിന്ന് സാധനം കിട്ടിയ ക്രിസ് പരിപാടി പ്ലാൻ ചെയ്യാൻ വേണ്ടി തൻ്റെ കാമുകനായ ജിമ്മിനെ ഫോണിൽ വിളിക്കുന്നു. എന്നാൽ ജിമ്മിൻ്റെയും ക്രിസിൻ്റെയും ആ പ്ലാൻ മറ്റൊരു ഫോണിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികൾ കേൾക്കുന്നു. അതിൽ ആ കുളിസിൻ ചേച്ചിയും ഉൾപ്പെടുന്നു. അങ്ങനെ കുളിസിൻ ചേച്ചി ക്രിസിൻ്റെയും ജിമ്മിൻ്റെയും ആ പരിപാടി പൊളിക്കണമെന്ന് തീരുമാനിക്കുന്നു. അന്ന് രാത്രി ജിമ്മും അവൻ്റെ കൂട്ടുകാരും സ്ത്രീ വേഷം കെട്ടി ലേഡീസ് ഹോസ്റ്റലിലോട്ട് വരുന്നു. ജിമ്മിനെ കണ്ടതും കുളിസിൻ ചേച്ചിക്ക് മനസ്സിലാകുന്നു ജിം സ്ത്രീ വേഷം കെട്ടിയതാണെന്ന്. ജിമ്മിനെ കുളിസിൻ ചേച്ചി തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് കുളിസിൻ ചേച്ചി ജിമ്മിനെ മൂടി പിടിക്കുന്ന തരത്തിൽ പെരുമാറുന്നു. അങ്ങനെ കുളിസിൻ ചേച്ചി വസ്ത്രമെല്ലാം ഓരോന്ന് ജിമ്മിൻ്റെ മുന്നിൽ ഊരി നിൽക്കുന്നു. കൺട്രോൾ പോകുന്ന ജിം പരിപാടിയിലേക്ക് കിടക്കുന്ന അവസ്ഥയിലെത്തുന്നു. ആ സമയം ക്രിസ് ആ മുറിയുടെ അരികിൽ വരുന്നു. ക്രിസിൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ കുളിസിൻ ചേച്ചി നിലവിളിക്കുന്നു. അങ്ങനെ ജിം തന്നെ പീഡിപ്പിക്കുകയാണെന്ന് വരുത്തി തീർക്കുന്നു. ക്രിസ് അത് വിശ്വസിക്കുന്നു. അങ്ങനെ ക്രിസും ജിമ്മും തെറ്റിപ്പിരിയുന്നു. പക്ഷേ ഈ സിനിമയിലെ പരിപാടികൾ ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. നല്ല ഒരു അടിപൊളി കളികൾ കൊണ്ട് നിറഞ്ഞ വിസ്മയം തന്നെ ഈ സിനിമ ഇതിൽ ഒരുക്കുന്നുണ്ട്. പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കാൻ പറ്റിയ പല രംഗങ്ങളും നമ്മുടെ കുളിസിൻ ചേച്ചി ഇതിൽ ഒരുക്കുന്നുണ്ട്. അവസാനം ജിമ്മും ക്രിസും ഒന്നിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള അടിപൊളി കളികൾ ഇതിൽ കാണാവുന്നതാണ്. ഇതൊരു കോമഡി റൊമാൻസ് കാറ്റഗറിയിൽ പെട്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ തമാശ നിറഞ്ഞ പല കളി സീനുകളും ഈ സിനിമയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. ഹാസ്യം കൊണ്ടും കളി കൊണ്ടും ഇത് കാണുന്ന പ്രേക്ഷകരുടെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ പടം പോകുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. 1983 പുറത്തിറങ്ങിയ മൈ ട്യൂറ്ററാണ് 5ാമത്തെ സിനിമ. കേരൻ കെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു സുന്ദരിയായ ടീച്ചർ ഒരു വികൃതി പയ്യനെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്നു. അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. ഒരു കോമഡി ജനറൽ തുടങ്ങുന്ന ഈ ചിത്രം പലതരം രസകരമായ കളികൾ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ബോബി എന്ന പേരുള്ള ഒരു പയ്യനാണ് ഈ സിനിമയിലെ കഥാനായകൻ. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അവൻ ഒരു പരീക്ഷ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നത് കാണിക്കുന്നു. അവൻ്റെ എഴുത്ത് കാണുമ്പോഴേ അറിയാം അവൻ ഈ പരീക്ഷയിൽ ഒന്നും തന്നെ അറിയില്ലെന്ന്. പരീക്ഷ എല്ലാം കഴിഞ്ഞ് അവൻ അവൻ്റെ കൂട്ടുകാരുമായി വെളിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ക്രഷ് അവൻ്റെ അടുക്കൽ വരുന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഓട്ടോഗ്രാഫ് മേടിച്ചതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. അവനും അവൻ്റെ കൂട്ടുകാരും കാമഭ്രാന്തന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവർ വെടി പൊട്ടിക്കാൻ വെടിശാലയിൽ പോകുന്നു. അവിടെ വെച്ച് ഒരു ആറ്റൻ ചരക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവർ പരിപാടി നടത്തുന്നു. അതെല്ലാം ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പ്രേക്ഷകരെ അത്യാവശ്യം നല്ല രീതിയിൽ ആവേശഭരിതരാക്കാൻ പറ്റിയ കാഴ്ചകൾ എല്ലാം ഇതിലുണ്ട്. അവൻ്റെ കൂട്ടുകാരുടെ ചില പരിപാടികളാണ് ഈ സീനിലെ കാഴ്ച വരുന്നത്. അങ്ങനെ പരിപാടികളെല്ലാം നടത്തിയ ശേഷം കഥാനായകനായ ബോബി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. വീട്ടിലെത്തിയ ബോബിയെ അവൻ്റെ കർക്കശ സ്വഭാവക്കാരനായ അച്ഛൻ പിടിച്ചു നിർത്തി ഉപദേശിക്കുന്നു. അവൻ്റെ ഈ പോക്ക് പോയാൽ ശരിയാവില്ലെന്നും അവൻ പഠിത്തത്തിൽ വളരെയധികം പുറകോട്ടാണെന്നും അത് ശരിയാക്കുവാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ ഒരു ട്യൂഷൻ ടീച്ചറിനെ കൊണ്ടുവരാൻ പോവുകയാണെന്നും അച്ഛൻ പറയുന്നു. പഠിത്തത്തിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ മനസ്സോടെ ബോബി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അതിസുന്ദരിയായ നമ്മുടെ കഥാനായികയായ ടെറി അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. ടെറിയുടെ സൗന്ദര്യത്തിൽ ആദ്യം മതിമറന്നുപോയ നമ്മുടെ കഥാനായകനായ ബോബി അച്ഛൻ കൊണ്ടുവന്ന ട്യൂഷൻ ടീച്ചർ ആണ്. അതുകൊണ്ട് തന്നെ മാന്യമായി പെരുമാറാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം കൂട്ടുകാരുമായി കറങ്ങിയ ബോബി വീട്ടിലെത്തുമ്പോൾ രാത്രിയാകുന്നു. തൻ്റെ വീട്ടിൽ ആ സമയത്ത് ആരോ പൂളിൽ കുളിക്കുന്നത് ബോബി കാണുന്നു. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കിയപ്പോൾ ബോബി കാണുന്നത് അർദ്ധനഗ്നയായി കുളിക്കുന്ന ട്യൂഷൻ ടീച്ചറിനെയാണ്. കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ എല്ലാം കുറച്ച് നന്നായി കാണുവാൻ സാധിച്ചേനെ എന്ന് ബോബി ചിന്തിക്കുന്നു. വസ്ത്രം മാറുവാൻ വേണ്ടി മുറിയിൽ പോയ ട്യൂഷൻ ടീച്ചറിനെ ബോബി പിന്തുടരുന്നു. അങ്ങനെ തൻ്റെ ട്യൂഷൻ ടീച്ചർ വസ്ത്രം മാറുന്നത് നല്ല രീതിയിൽ തന്നെ ബോബി കണ്ട് ആസ്വദിക്കുന്നു. ഇതെല്ലാം ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ട്യൂഷൻ ടീച്ചർ അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചിന്ത മുഴുവനും ഇന്നലത്തെ കാര്യമായിരുന്നു. അവൻ ട്യൂഷൻ ടീച്ചറിനെ അടിമുടി ശ്രദ്ധിക്കുവാൻ തുടങ്ങി. നല്ല അടിപൊളി ചരക്ക് സാധനമാണല്ലോ അവൻ്റെ ടീച്ചർ എന്നോർത്ത് അവൻ ടീച്ചറുമായുള്ള ഒരു കളി സ്വപ്നം കാണുന്നു. അവൻ്റെ സ്വപ്നം അധികം നീണ്ടു നിന്നില്ല. അവൻ്റെ ടീച്ചർ പോക്കുന്നു. അപ്പോൾ തന്നെ അവൻ ഉറക്കം മാറ്റാനെന്ന വ്യാജേന അവൻ പൂളിലേക്ക് എടുത്ത് ചാടുന്നു. ആ സമയം ടീച്ചറും അവളുടെ വസ്ത്രമെല്ലാം മാറ്റി അവനെ മൂടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അല്പവസ്ത്രധാരിയായ ടീച്ചറെ കണ്ട് അവൾ തനിക്ക് വളയുമെന്ന് ആലോചിച്ച് നിൽക്കുന്നു. പിറ്റേ ദിവസം നമ്മുടെ കഥാനായകനായ ബോബി ടീച്ചറിൻ്റെ കുളിച്ചയും കാണുവാൻ വേണ്ടി നേരത്തെ മറഞ്ഞു നിൽക്കുന്നു. ഇത്തവണ
നേരത്തെ പോലെ ബോബിക്ക് നിരാശനാകേണ്ടി വന്നില്ല. അത്യാവശ്യം എല്ലാം തന്നെ അവൻ കണ്ട് ആസ്വദിക്കുന്നു. ടീച്ചറുടെ നഗ്നത കണ്ട് അവന് ആ കുട്ടിക്കട്ടിൽ മറിഞ്ഞിരിക്കാൻ വയ്യാതെയായി. കുളി കഴിഞ്ഞ ടീച്ചർ തുണി മാറുന്നത് കാണുവാൻ വേണ്ടി പമ്മി ബോബി ചെല്ലുന്നു. എന്നാൽ ഇത്തവണ ടീച്ചർ ബോബിയെ പിടിക്കുന്നു. മോനിങ്ങനെ രാത്രി മഞ്ഞ് കൊള്ളണ്ട എന്ന് പറഞ്ഞ ശേഷം ടീച്ചർ ബോബിയെ പറഞ്ഞയക്കുന്നു. തനിക്ക് ആ സീൻ ബാക്കി കൂടി കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ബോബി അവിടെ നിന്നും മടങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടീച്ചർ തൻ്റെ കാമുകനാൽ പറ്റിക്കപ്പെടുന്നു. ആ സങ്കടം ടീച്ചർ ബോബിയോട് പറയുന്നു. ബോബി ഈ സന്ദർഭം നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതുപോലെ കുളിസിയും കാണാൻ പോയ ബോബി ഇത്തവണ പൂളിൽ കുളിച്ചുകൊടുന്ന ടീച്ചറിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവൻ പതിയെ പൂളിലേക്ക് ഇറങ്ങുന്നു. ആദ്യം ടീച്ചർ അത് അറിഞ്ഞിരുന്നില്ല. തിരിഞ്ഞു നോക്കിയ ടീച്ചർ ആദ്യമൊന്ന് പകച്ചു പോയിരുന്നുവെങ്കിലും ബോബിയുടെ ഈ വരവിൻ്റെ പിന്നിലെ രഹസ്യം അറിയില്ലായിരുന്നു. അങ്ങനെ ബോബിയും ടീച്ചറും കൂടെ കുളിക്കുവാൻ തുടങ്ങുന്നു. ബോബിയുടെ വിരലുകൾ പതിയെ ടീച്ചറുടെ ദേഹത്ത് പതിയുന്നു. അങ്ങനെ ടീച്ചറും പതിയെ സുഖം പിടിച്ച് അമരുന്നു. അവസാനം അവർ രണ്ടുപേരും പൂളിൽ കിടന്ന് അടിച്ചു തിമർക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കാനുള്ള രംഗങ്ങൾ ഇതിലുണ്ട്. ഇവിടെ നിന്നും തുടങ്ങുന്ന ബോബിയും ട്യൂഷൻ ടീച്ചറുമായിട്ടുള്ള പരിപാടികൾ. മിക്ക സീനുകളിലും നമ്മുടെ സുന്ദരിയായ ടീച്ചറുടെ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു കോമഡി ജേർണൽ തുടങ്ങുന്ന ഈ ചിത്രത്തിൽ ഹാസ്യത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നല്ല കോമഡി കളിപ്പടം തപ്പി നടക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. പല പെൺകുട്ടിയുടെയും നഗ്നതാ പ്രദർശനം കൊണ്ട് പ്രേക്ഷകർ ഒരിക്കലും ഈ സിനിമയിൽ നിരാശനാകേണ്ടി വരികയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.